എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ജിലേബിയുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെ പോകരുത്. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ജ്യൂസി ആയിട്ടുള്ള ജിലേബി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ജിലേബി റെഡിയാക്കാനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഈ ഒരു ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി ആദ്യമായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രത്തിൽ കറക്റ്റ് 3/4 കപ്പോളം വരുന്ന പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 3/4 കപ്പോളം വരുന്ന പഞ്ചസാര മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി. എങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു പഞ്ചസാര പാനി നല്ല സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നിറയെ നാരങ്ങ നീരാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നാരങ്ങ നീര് നമ്മൾ എന്തിനാണ് ഇതിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. കറക്റ്റായിട്ട് ഒരു 1 സ്ട്രിങ് പരുവത്തിലായിട്ട് വരണം. അതുവരേക്കും നമുക്ക് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ കുരുവും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളച്ച് കറക്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര പാനി കറക്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും നമ്മൾ ജിലേബി റെഡിയാക്കി ഇതിലോട്ട് അങ്ങോട്ട് ഇടുന്ന സമയത്ത് ജിലേബി കറക്റ്റായിട്ട് ജ്യൂസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി കറക്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഇത് തീ പതുക്കെ നമുക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിൽ കറക്റ്റ് 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ പാക്കറ്റ് പൊടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ മില്ലിൽ നിന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണ്, എന്തായാലും കുഴപ്പമില്ല. കറക്റ്റ് 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി ഇതുപോലുള്ളൊരു പാത്രത്തിൽ മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ജിലേബി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ജിലേബി ആയി കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് 3 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോർ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ജിലേബിയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിലേ നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് 1 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ജിലേബി നമ്മൾ എണ്ണയിലിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ചായി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജിലേബിയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഒഴിക്കേണ്ട. കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഗോതമ്പ് പൊടിയിൽ എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ട് ആദ്യം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഗോതമ്പ് പൊടിയുടെ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് കട്ടകൾ എന്തുണ്ടെങ്കിലും അത് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ജിലേബിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. അതേസമയം ഒരുപാട് കട്ടിയിലിരിക്കാനും പാടില്ല. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഞ്ചസാര പാനിയിലും അതേപോലെ ഈ ഒരു ജിലേബിയുടെ ബാറ്ററിലും കുറച്ച് യെല്ലോ ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാണുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് കളറിന് പകരമായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് കൂടി പോകേണ്ട, ഒരു പിഞ്ച് മാത്രം മതി. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് എടുത്ത് നിൽക്കും നമ്മുടെ ജിലേബിയിൽ. അപ്പോൾ രണ്ടിലും കുറച്ചായിട്ട് ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഒരു ജിലേബിയുടെ ബാറ്റർ ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറിലാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് പകരമായിട്ട് പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാറ്റർ നമുക്കിത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റത്തായിട്ട് ചെറുതായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വലിപ്പമുള്ളതായി പോകണ്ട, ഒരു ചെറിയൊരു ഹോൾസ് മതി കേട്ടോ. എന്നിട്ട് ഒന്ന് ക്രിസ്പി ആകുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് തിരിച്ച് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ജിലേബിയാണ്. എന്നാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബിയുടെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ജിലേബിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ പതുക്കെ നമുക്കിതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ട് സൈഡും ഇതേതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രിസ്പി ആയാലും മാത്രം മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ആ ഒരു ജിലേബിയുടെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. പിന്നെ തീ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഒരുപാട് ലോ ഫ്ലെയിമിലായി പോകണ്ട, അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ജിലേബിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജിലേബിക്ക് നല്ല ചൂടുണ്ടാവണം, എങ്കിലേ ഷുഗർ സിറപ്പ് പെട്ടെന്ന് ഇതിലായിട്ട് അങ്ങോട്ട് കോട്ടായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ജിലേബിയൊക്കെ നന്നായിട്ട് ആ ഒരു ഷുഗർ സിറപ്പിൽ അങ്ങോട്ട് കോട്ടായി നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബിയുടെ ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ആ ഒരു അടിപൊളി ജിലേബിയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. Thank you for watching Simna's Football. Bye bye.